ഹായ്, ഞാനുണ്ടല്ലോ കാപ്പി കുടിക്കാനെടുത്തപ്പം നിങ്ങളെ കൂടെ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേ. നല്ല സോഫ്റ്റ് വെള്ളയപ്പം കിട്ടി ചുട്ടപ്പഴേ ഇന്ന്. സാധാരണ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒക്കിയരാം. ഞാൻ ഈയിടെ ഒരു വീഡിയോയുടെ താഴത്തെ കമൻറ്റ് വായിച്ചു പോയപ്പം ഫുഡ് ചാനലായിരുന്നു, കുക്കിംഗ് ചാനൽ. അതിൻ്റെ കമൻറ്റ് വായിച്ചു പോയപ്പോൾ ഉണ്ടല്ലോ, ആരോ ഒരാൾ ചോദിച്ചിരിക്കുന്നു, പേരൊന്നും ഓർക്കുന്നില്ല, ചോദിച്ചിരിക്കുന്നു സോഫ്റ്റ് അപ്പം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഞാൻ ഇനി അപ്പം ചുട്ടപ്പോൾ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് റേന്തൊക്കെ വീണ് ഹോൾസൊക്കെ വീണ് അങ്ങനെ കിട്ടി. അപ്പം ഞാൻ ഇതിനകത്ത് സാധാരണ എല്ലാവരും ചേർക്കുന്നത് ഈസ്റ്റ്, പഞ്ചസാര അങ്ങനെയൊക്കെ അല്ലാതെ വേറൊരു സാധനം കൂടി ചേർത്തായിരുന്നേ. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അത് സസ്പെൻസ് ആയിരിക്കട്ടെ. കാരണം ഞാനത് ഒരു ദിവസം ഇതിനുള്ള മാവ് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ സോഫ്റ്റ് അപ്പം കിട്ടാൻ വേണ്ടി. ചിലപ്പം അധികം പുളിയായിരിക്കും അപ്പത്തിന്, ഇതിന് പുളിയും അധികമില്ല. അപ്പം ഇങ്ങനത്തെ നല്ല സോഫ്റ്റ് അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് റെഡിയാക്കി കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ടാണ് അതിന് ചേർക്കുന്നത് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ലെന്ന് വെച്ചത്. ഇനി അല്പം തേൻ ഒഴിച്ച് കഴിക്കാം. ബീഫ് കറി ഉണ്ട് എനിക്ക്, പക്ഷേ ഒരു പനിയായിരുന്നു. പനി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വായിക്ക് രുചി പോയി. അപ്പം ഒന്നും അങ്ങോട്ട് ഇതുവരെയും വിശപ്പ് വീണിട്ടില്ല ശരിക്ക്. അതുകൊണ്ട് ഇച്ചിരി തേനൊക്കെ ഒഴിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ റെഡിയായിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ അപ്പം ചുടുമ്പോൾ, വെള്ളയപ്പം അല്ലെ പാലപ്പം ഒക്കെ ചുടുമ്പം നല്ല മയമുള്ള അപ്പം കിട്ടാൻ വേണ്ടിയുള്ള ഒരു പൊടിക്കൈ ഉണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. അത് ഞാനിനി കാണിച്ചു തരാവേ. അപ്പം എൻ്റെ കൂടെ കാപ്പി കുടിക്കാൻ വരുന്നില്ലല്ലോ. അപ്പോൾ ബൈ, വീണ്ടും കാണാം.